ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് പിൻവലിക്കണമെന്ന നിലപാട് കടുപ്പിച്ച് തന്ത്രി സമാജവും ഹിന്ദു സംഘടനകളും. അയ്യപ്പ സംഗമത്തിന് മുൻപ് ആചാര സംരക്ഷണ കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പു നൽകിയതിനാലാണ് പിന്തുണ നൽകുന്നതെന്ന് NSS-SNDP നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ കൂടി ബലത്തിലാണ് സംഘടനകൾ ആവശ്യം ശക്തമാക്കി രംഗത്ത് വന്നത്. കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി പന്തളം കൊട്ടാരം, തന്ത്രി സമാജം, യോഗക്ഷേമ സഭ, അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ സംഘടനകളും മുന്നോട്ട് വന്നിരുന്നു. അയ്യപ്പ സംഗമത്തിന് മുൻപ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കില്ലെന്ന സർക്കാർ നിലപാട് ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന അനീതിയാണെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേസുകൾ പിൻവലിച്ച് സർക്കാർ നീതി കാട്ടണമെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അടിയന്തരമായി പിൻവലിക്കണമെന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ജനറൽ സെക്രട്ടറി D. വിജയകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ അയ്യപ്പ സംഗമത്തിന് മുൻപ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കില്ലെന്നാണ് സർക്കാർ നിലപാട്. ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് 20-നാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതിനു ബദലായി ശബരിമല കർമ്മസമിതി 22-ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നതിനാൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളും ആചാരവും ചർച്ചയാക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം സർക്കാരിന്റെ ഇരട്ടത്താപ്പുകൾ ചർച്ചയാക്കാനാണ് BJPയും കോൺഗ്രസും ഒരുങ്ങുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ കേസിൽ സത്യവാങ്മൂലം പുതുക്കി നൽകുമെന്ന ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനത്തിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. അതിനാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ആചാരങ്ങളോ സുപ്രീം കോടതിയിലെ കേസോ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട്. സംഗമത്തിന്റെ പ്രാധാന്യം വിവരിച്ച് പ്രധാന വേദിയിൽ വിഷയാവതരണം നടക്കും. അതിനുശേഷമാണ് പാനൽ ചർച്ചകൾ. പമ്പയിൽ പന്തൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 1.85 കോടി രൂപ ചെലവിൽ 3 പ്രധാന കേന്ദ്രങ്ങളിലാണ് പന്തൽ നിർമ്മാണം നടക്കുന്നത്. പമ്പ മണപ്പുറത്തെ പ്രധാന പന്തലിന്റെ മേൽക്കൂരയുടെ പണികൾ തീരാറായി. ഇനിയും തറയുടെയും വശങ്ങളുടെയും പണികൾ തീരാനുണ്ട്. അതിനു പുറമെ സ്റ്റേജ്, മൈക്ക് തുടങ്ങിയവയുടെ പണികളും നടക്കുന്നു. പൂർണ്ണമായി ശീതീകരിച്ച വിധത്തിലാണ് പ്രധാന പന്തൽ. അതിന് 38,500 ചതുരശ്രയടി വിസ്തൃതിയുണ്ട്. ഇതിൽ 3000 പേർക്ക് ഇരിക്കാം. ഗ്രീൻ റൂം, മീഡിയ റൂം, VIP ലോഞ്ച് എന്നിവയും ഇവിടെയുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനാണ് ക്രമീകരണങ്ങളുടെ ചുമതല. ഇതിന്റെ പണികൾ പൂർത്തിയാക്കി നാളെ സമർപ്പിക്കാനാണ് തീരുമാനം. കുണ്ടും കുഴിയും നിറഞ്ഞ ചാലക്കയം പമ്പ റോഡിന്റെ പണികൾ തീർന്നു. പമ്പ മണപ്പുറത്തെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണിയും പെയിന്റിംഗ് ജോലിയും തീർന്നു. ത്രിവേണി നടപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ 3000 പേരാണ് പങ്കെടുക്കൂ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 3000 പേർക്കാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. എന്നാൽ 4864 പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.